ജനുവരി 4 ഞായറാഴ്ച. മത്തായി 2:1-12 വരെ വാക്യങ്ങൾ. വിജയകരമായ ചാന്ദ്ര ദൗത്യത്തിന് ശേഷം അപ്പോളോ 11 നിന്നുള്ള 3 ബഹിരാകാശ യാത്രികർ ലോകമെമ്പാടും ഒരു സൗഹാർദ്ദ പര്യടനം നടത്തിയതായി പറയപ്പെടുന്നു. 45 ദിവസത്തിനുള്ളിൽ അവർ 23 രാജ്യങ്ങൾ സന്ദർശിച്ചു. യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയവും ആവേശകരവുമായ നിമിഷങ്ങളിലൊന്ന് വത്തിക്കാൻ സന്ദർശനമായിരുന്നുവെന്ന് ബഹിരാകാശ യാത്രികൻ എഡ് ആൽഡ്രിൻ പറഞ്ഞു. പോൾ 6 മാർപ്പാപ്പ അവർക്ക് നൽകിയ അസാധാരണമായ സമ്മാനങ്ങൾ ബഹിരാകാശ യാത്രികരെ വളരെയധികം സ്പർശിച്ചു. 3 ജ്ഞാനികളുടെ മനോഹരമായ പോർസലൈൻ പ്രതിമകൾ മാർപ്പാപ്പ അവർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ 3 പുരുഷന്മാരും നക്ഷത്രങ്ങളെ നോക്കി ശിശു ക്രിസ്തുവിലേക്ക് നയിക്കപ്പെട്ടുവെന്നും 3 ബഹിരാകാശ യാത്രികരായ നിങ്ങൾ 3 പേരും നക്ഷത്രങ്ങളെ നോക്കി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും. ഇന്ന് തിരുസഭ എപ്പിഫനി മഹത്വം ആഘോഷിക്കുന്നു. എപ്പിഫനി എന്നാൽ അർത്ഥം വെളിപ്പെടുത്തൽ എന്നാണ്. കർത്താവിൻ്റെ എപ്പിഫനി എന്നത് കിഴക്ക് നിന്നുള്ള 3 ജ്ഞാനികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ പ്രതീകാത്മകവും എന്നാൽ യഥാർത്ഥവുമായ ഒരു വെളിപ്പെടുത്തലാണത്. ജൂതന്മാരല്ലാത്ത വിദേശീയരായ വിദ്വാൻമാർ യേശു എല്ലാവർക്കുമായി വന്നതാണെന്നും എല്ലാവരും അവനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും വെളിപ്പെടുത്തുന്നു. ഈ വിദ്വാൻമാർ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും മിശിഹ വരുമെന്ന യഹൂദ വിശ്വാസത്തെക്കുറിച്ച് അറിയുകയും ചെയ്ത ജ്ഞാനികൾ ആയിരുന്നു. അന്നത്തെ ജ്ഞാനത്തിൽ ഭൂരിഭാഗം അവർക്ക് അറിയാമായിരുന്നു. മിശിഹായിലുള്ള ജൂതവിശ്വാസത്തിൽ അവർ ആകൃഷ്ടരുമായിരുന്നു. ദൈവം അവർക്ക് പരിചിതമായ ഒരു വസ്തു ഉപയോഗിച്ച് ക്രിസ്തുവിനെ ആരാധിക്കാൻ അവരെ വിളിച്ചു. ഒരു നക്ഷത്രം വഴി അവർ നക്ഷത്രങ്ങളെ മനസ്സിലാക്കി. ബദ്രേന് മുകളിലുള്ള ഈ പുതിയ അതുല്യമായ നക്ഷത്രം കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത സംഭവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ആദ്യ പാഠം, ദൈവം നമുക്ക് പരിചിതമായ ചില സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മെ തന്നിലേക്ക് വിളിക്കും എന്നതാണ്. ദൈവം നമ്മെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ നക്ഷത്രം ഏതാണെന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ജ്ഞാനികൾ ക്രിസ്തു ശിശുവിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ചു എന്നതാണ്. പൂർണ്ണമായ കീഴടങ്ങളിലും ആരാധനയിലും അവർ അവൻ്റെ മുമ്പാകെ ജീവൻ സമർപ്പിച്ചു. അങ്ങനെ നമുക്കൊരു തികഞ്ഞ മാതൃക നൽകി. ദേശത്തു നിന്നുള്ള ഈ ജ്യോതിഷികൾക്ക് ക്രിസ്തുവിനെ ഇത്ര ആഴത്തിലുള്ള രീതിയിൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ നാമും അങ്ങനെ തന്നെ ചെയ്യണം. ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ജ്ഞാനികളെ അനുകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞത് നമ്മളുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് അവിടുത്തെ മുമ്പിൽ കുമ്പിടാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണത്തോടെ അവനെ ആരാധിക്കുക. ജ്ഞാനികൾ സ്വർണം, കുന്തിരിക്കം, മീറ എന്നിവ കൊണ്ടുവന്നു. നമ്മുടെ കർത്താവിന് സമർപ്പിച്ച ഈ 3 സമ്മാനങ്ങൾ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വയം മരണമടഞ്ഞ ദിവ്യരാജാവായി ഈ കുഞ്ഞിനെ അവർ അംഗീകരിച്ചുവെന്ന് കാണിക്കുന്നു. സ്വർഗം രാജാവിനുള്ള സമ്മാനമാണ്. കുന്തിരിക്കം ദൈവത്തിനുള്ള ഹോമയാഗമാണ്. മരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് മീറ. അങ്ങനെ അവരുടെ ആരാധന ഈ കുഞ്ഞ് ആരാണെന്ന സത്യത്തിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും തന്നിലേക്ക് വിളിക്കാൻ
എന്ത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ അവനെ കണ്ടെത്തുമ്പോൾ അവൻ ആരാണെന്നതിൻ്റെ പൂർണ്ണ സത്യം അംഗീകരിക്കാൻ മടിക്കരുത്. പൂർണ്ണവും എളിമയുള്ളതുമായ സമർപ്പണത്തോടെ അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീഴാം. അവനെ മറ്റുള്ളവർക്ക് അറിയിക്കാനും എല്ലാ ആളുകൾക്കും രക്ഷയുടെ സുവിശേഷം പങ്കിടാനും നാം എപ്പോഴും ശ്രമിക്കണം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.